ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂലൈ 24 വെള്ളി. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു ആഴമാണ് ഇന്ന് സുവിശേഷം നമുക്ക് കാണിച്ചു തരിക. ഈശോ പറയുന്നതാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പറയുക. എന്നിട്ട് ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാണ്. ഒന്നാമതായിട്ട്, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കും. നോക്കിക്കേ, പിതാവിൻ്റെ സ്ഥലം ഈശോ നമുക്ക് വേണ്ടി ഒരുക്കുന്നു. രണ്ടാമതായിട്ട് പറയാണ്, ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നമ്മൾ അങ്ങോട്ട് ചെല്ലുക എന്നുള്ള, ഈശോ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകും. മൂന്നാമത് പറയാണ്, ഞാനാണ് വഴി. ഇപ്പൊ സ്വർഗരാജ്യത്തിൽ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുന്ന ഈശോ, വഴിയായിട്ട് നിൽക്കുന്ന ഈശോ, കൂട്ടിക്കൊണ്ടു പോകുന്ന ഈശോ. ആഴമേറിയ സ്നേഹത്തിൽ നിന്നിട്ട് സുഹൃത്തെ, ഈശോ നിന്നോട് പറയുക, മോനെ മോളെ, എനിക്ക് നിന്നെ വേണം. നീ എന്നോട് കൂടെ നിത്യം വസിക്കണം. അതിനുവേണ്ടി ഞാൻ ഇത്രത്തോളം ഒരുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നിന്റെ ഇടയിലേക്ക് കടന്നു വരിക. അതിനുവേണ്ടി ഞാൻ നിനക്ക് വേണ്ടി വഴി പോലെ നിലകൊള്ളുക. ഈശോയുടെ ഭാഗത്തുനിന്ന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. സുഹൃത്തെ, ഇനി നിന്റേതാണ് ഉത്തരം. നീയാണ് ആ ഈശോയിലേക്ക് ചേർന്ന് നിൽക്കേണ്ടത്. നീയാണ് ആ ഈശോയോട് സഹകരിക്കേണ്ടത്. ഒരു സ്വപ്നം വേണം, ഈശോയുടെ കൂടെ, പിതാവിൻ്റെ കൂടെ ഈ സ്വർഗത്തിൽ വസിക്കണമെന്ന്. ആ സ്വർഗം തീർച്ചയായിട്ടും എത്തപ്പെടണമെങ്കിൽ ഈശോ ആകുന്ന വഴിയിലൂടെ നീ സഞ്ചരിക്കണം. അത് സ്നേഹത്തിൻ്റെ വഴിയാണ്, അത് കാരുണ്യത്തിൻ്റെ വഴിയാണ്, അത് സാഹോദര്യത്തിൻ്റെ വഴിയാണ്, അത് വിട്ടുവീഴ്ചയുടെ വഴിയാണ്, അത് എളിമയുടെ വഴിയാണ്, അത് മാർജിനില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിൻ്റെ വഴിയാണ്. നീ ഈശോയായി തീർന്ന് ഈ വഴിയിലൂടെ സഞ്ചരിക്കണം. സുഹൃത്തെ, നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നീയാവുന്ന വഴിയിലൂടെ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് എപ്പോഴും മുന്നോട്ട് പോകുവാനായിട്ട്, നീയായി തീരുവാനായിട്ട് എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.